കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭർത്താവ് അരുംകൊലം ചെയ്ത ഷിബിലയ്ക്ക് കണ്ണൂരിൽ കുതിർന്ന യാത്രാമൊഴി. കരിങ്കുളം സുന്നി ത്വാഹ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. കൂടെ കൂട്ടിയ പ്രിയതമന്റെ കൊലക്കത്തിക്കിരയായ ഷിബിലയ്ക്ക് നാടൊന്നാകെ കണ്ണീരോടെ യാത്രാമൊഴി ചൊല്ലിയപ്പോൾ പ്രകൃതിയും കണ്ണീർ വാർക്കുകയായിരുന്നു. ഈങ്ങാപ്പുഴ കരിങ്കുളം മദ്രസയിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു സുന്നി ത്വാഹ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കിയത്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഉച്ച മുതൽ നാടൊന്നാകെ ഒഴുകിയെത്തുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരുന്നു മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. മൂർച്ചയേറിയ കത്തികൊണ്ട് 11 കുത്തുകളാണ് ഷിബിലയുടെ ശരീരത്തിൽ തുളച്ചു കയറിയത്. കയ്യിൽ കരുതിയ പുതിയ കത്തിയുമായി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇന്നലെ വൈകിട്ടോടെ യാസിർ ഷിബിലയുടെ വീട്ടിലേക്ക് എത്തിയതെന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. നോമ്പ് തുറക്കുകയായിരുന്ന ഷിബിലയെയും മാതാപിതാക്കളെയും കുത്തിവീഴ്ത്തുകയായിരുന്നു. തടയാൻ ശ്രമിച്ചവരെയും യാസിർ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന് ദൃക്സാക്ഷി പറഞ്ഞിരുന്നു. ലഹരിക്കടിമയായ യാസിർ നിരന്തരം ശല്യപ്പെടുത്തുന്നുവെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം ഷിബില താമരശ്ശേരി പോലീസിന് പരാതി നൽകിയിരുന്നു. പുതുപ്പാടിയിൽ മാതാവിനെ കൊലപ്പെടുത്തിയ ആഷിഖുമായുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിക്കാനും ഷിബില ആവശ്യപ്പെട്ടിരുന്നു. ലഹരി ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയും തർക്കമുണ്ടായിരുന്നു. യാസിറിനെ പോലീസ് ഉപദേശിച്ചു വിട്ടെങ്കിലും കൂടുതൽ നടപടിയെടുത്തില്ലെന്ന വിമർശനവും ശക്തമാണ്. ആക്രമണത്തിന് ശേഷം കാറുമായി കടന്നുകളഞ്ഞ യാസിറിനെ മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ചാണ് ഇന്നലെ രാത്രി നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. ഷിബിലയെ കുത്താൻ ഉപയോഗിച്ച കത്തിയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ആക്രമണ സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ ഷിബിലയുടെ മാതാപിതാക്കൾ ആശുപത്രിയിൽ തുടരുകയാണ്. ജനം, കോഴിക്കോട്.